അടൂര് വിവാദം അത് കോൺക്ലേവിന്റെ ശോഭ കെടുത്തിയോ? ഏയ് അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഒരു ലോകം കണ്ട വലിയൊരു കലാകാരനല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കോൺക്ലേവുമായിട്ടൊന്നും ബന്ധപ്പെടുന്ന കാര്യം. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അദ്ദേഹം പ്രത്യേകമായി പരാമർശിച്ചു ആക്രമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം വലിയൊരു സെക്യുലർ മൈൻഡായിട്ടുള്ള ആളാണ്, വലിയൊരു മതേതരവാദിയാണ്, പാവങ്ങളോട് വലിയ കൂറും വിധേയത്വമുള്ളവനാണ്, വലിയൊരു കലാകാരനല്ലേ. അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ പറഞ്ഞു. ഇപ്പം നമ്മൾ ഏതൊരു കാര്യം എടുത്താലും നിങ്ങൾ നല്ലപോലെ പരിശീലനം കൊടുക്കണം, നിങ്ങൾ പരിശീലനം കൊടുക്കാതെ ചുമ്മാ വെറുതെ കുറേ പൈസ ചിലവാക്കിയിട്ട് കാര്യമില്ല. സത്യത്തിൽ അത് ഗവൺമെൻറ്റിനുള്ളൊരു ഉപദേശമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഈ SC/STയുടെയും വനിതയുടെയും ഒക്കെ പ്രശ്നങ്ങൾ മുന്നേ ഉന്നയിച്ചു. അപ്പം ചിലർക്കത് സ്വാഭാവികമായിട്ടും ഞങ്ങളെ പറ്റിയാണോ ഈ പരാമർശിക്കുന്നൊരു തോന്നലിലേക്ക് ചിലരെത്തി എന്നുള്ള വസ്തുതയാണ്. അത് അടൂർ സാർ തന്നെ പിന്നീട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, എനിക്കങ്ങനെ ഉദ്ദേശവുമില്ല, ഞാൻ ഗവൺമെൻറ്റിനെ ഉദ്ദേശിച്ചാണ്, അതുകൊണ്ട് ഇത് പൈസ കൊടുക്കേണ്ടെന്നല്ല, പൈസ കൊടുക്കണം, പക്ഷെ കൊടുത്താൽ നിങ്ങൾക്ക് നല്ല പരിശീലനം തരണം എന്ന ലക്ഷ്യത്തിലാണ്. അത് ബോധ്യപ്പെട്ടതോടുകൂടി അവർ ആ ഒരു പ്രതിഷേധം അവസാനിപ്പിച്ചു. സാർ അതിനകത്ത് പിന്നീട് സാറിൻ്റെ നിലപാട് പറഞ്ഞതോടുകൂടി സാറിൻ്റെ ഭാഗം ക്ലിയറായി, ആ വിഷയം അവസാനിച്ചു. സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതുകൊണ്ട് കോൺക്ലേവിനൊരു പ്രയാസം വന്നെന്ന് ഞാൻ പറയത്തില്ല. കുറച്ചുകൂടി പബ്ലിക്കിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സാറിൻ്റെ ആ പരാമർശം കൊണ്ടുണ്ടായ ഗുണമെന്നാണ് എൻ്റെ വിശ്വാസം.